ഞങ്ങളെല്ലാം പോയസ് ഗാർഡനിൽ വീട് കെട്ടക്കൂടാതാ എന്ന് ധനുഷ് പറഞ്ഞതൊക്കെ ധനുഷിനെ ട്രോളായി മാറുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. പ്രത്യേകിച്ച് വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി മുഖ്യമന്ത്രിയായി മുന്നോട്ട് വരുമ്പോഴേക്കും പലർക്കും അങ്ങനെ ഒരു മോഹം ഉണ്ടാകുക എന്ന് പറയുന്നത് സ്വാഭാവികമായ ചിന്തയായിട്ട് മാത്രമേ ഞാൻ വിലയിരുത്തുന്നുള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ധനുഷിനെ ആ ഫ്രെയിമിൽ കാണുന്നത്. അതായത് ധനുഷ് ഫാൻസുമായിട്ട് നടത്തുന്ന ഒരു മീറ്റപ്പിനിടയിലാണ് ധനുഷിൻ്റെ കുറച്ച് വാചകങ്ങൾ ധനുഷ് പൊളിറ്റിക്സിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണോ എന്നൊരു തോട്ടൊക്കെ കൊണ്ടുവരുന്നത്. ഞാൻ വീണ്ടും ഒരു കാര്യം പറയാം. വിജയ് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ, വിജയ് ഇപ്പോൾ മുഖ്യമന്ത്രി ആയിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ധനുഷിൻ്റെ വാക്കുകളൊന്നും തന്നെ ധനുഷ് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാൻ പോവുകയാണോ എന്നുള്ളൊരു തോട്ട് നമുക്ക് കൊണ്ടുവരില്ല. പ്രത്യേകിച്ച് തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ നമ്മൾ എത്രയോ നടന്മാർ നായകന്മാർ ഇതുപോലെ സിനിമാ മേഖലയിലേക്ക് വരുന്നതും അതിനുശേഷം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ഇന്യൂമറബിൾ എക്സാമ്പിൾസ് ഉണ്ട്. നമുക്ക് എത്രയോ എക്സാമ്പിൾസ് ഉണ്ട്. ആ എക്സാമ്പിൾസിൻ്റെ കൂട്ടത്തിൽ നമുക്കിപ്പോൾ തൽക്കാലം ധനുഷിനൊന്ന് പ്ലേസ് ചെയ്യാം. കാരണം ഇപ്പം രജനി ആവട്ടെ, രജനിയൊക്കെ ഞാൻ എന്തായാലും മനസ്സിൽ വരും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം വന്നില്ല. കമൽഹാസൻ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. വിജയ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അല്ല, ശരത് കുമാറിലെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് കാര്യങ്ങൾ എല്ലാം നമുക്ക് ഇതൊക്കെ നമ്മുടെ മുന്നിൽ കൂടെ നടക്കുന്ന കാര്യങ്ങളാണല്ലോ. ഇപ്പം തന്നെ സത്യരാജിൻ്റെ പൊളിറ്റിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രകാശ് രാജിൻ്റെ പൊളിറ്റിക്സ് ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് പാർട്ടിയല്ല, അവർക്ക് എല്ലാവർക്കും വ്യക്തമായ പൊളിറ്റിക്കൽ സ്റ്റാൻഡുമായിട്ടാണ് അവർ എത്തുന്നത്. അവിടെയാണ് ഇപ്പോൾ ധനുഷ് വരുന്നത്. ധനുഷ് വരുമ്പോഴുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവ്സ് നെഗറ്റീവ്സ് സംസാരിക്കാം. പോസിറ്റീവ്സ് എന്താണ്? ധനുഷിനെ പോലെ ഒരു സ്റ്റാർ ബ്രാൻഡ്, ആ സ്റ്റാർ ബ്രാൻഡ് സിനിമയിൽ നിന്ന് പൊളിറ്റിക്സിലേക്ക് വരുമ്പോഴേക്കും അത് വോട്ടായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, വിജയെ പോലൊരു മാസ് ഓഡിയൻസ് ധനുഷിനില്ല. അതായത് മാസ് ഓഡിയൻസ് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ ഒരു ഒറ്റ വാക്കിൽ ഞാൻ ക്ലാരിറ്റി വരുത്താം. വിജയുടെ ഒരു മോശം സിനിമ ഇറങ്ങിയെന്ന് വിചാരിക്കുക, വളരെ മോശം സിനിമ, അതായത് ഫാൻസിനിടയിൽ പോലും വലിയ, ഫോർ എക്സാമ്പിൾ വാരിസ് ഫാൻസിന് ഒട്ടും തൃപ്തിപ്പെടുത്താത്ത ഒരു പക്കാ സീരിയൽ മോഡൽ സിനിമയാണ്. അതിൻ്റെ കളക്ഷൻ എത്രയാണെന്ന് അറിയുമോ? ക്ലോസ് ടു 370 crores ആയിരുന്നു ആ ചിത്രത്തിൻ്റെ ലൈഫ് ടൈം കളക്ഷൻ. ഫ്രം ഓൾ പാർട്സ് വേൾഡ് വൈഡ് കളക്ഷൻ 350 to 70 crores ആയിരുന്നു അതിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ. ധനുഷിൻ്റെ ചിത്രം എടുക്കാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിഘ്നേഷ് രാജ സംവിധാനം ചെയ്ത കര എന്ന സിനിമ എന്ന് നമുക്ക് സംസാരിക്കാം. അത് കരസ്വാമിയായിട്ടാണല്ലോ ധനുഷ് അതിൽ വന്നത്. ആ ചിത്രം പരാജയമായിരുന്നു. ആ ചിത്രം വാസ് എ ഡിസാസ്റ്റർ. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ധനുഷ് ചിത്രം ആളുകൾക്കുള്ളിൽ ഇഞ്ചക്ട് ചെയ്യപ്പെടണമെങ്കിൽ ധനുഷ് എന്ന വ്യക്തി മാത്രം ആ സ്ക്രീനിൽ നിന്നാൽ പോരാ. അതിന് നല്ലൊരു കഥ ഉണ്ടാവണം, നല്ലൊരു തിരക്കഥ ഉണ്ടാവണം, എൻഗേജിങ് ആയിരിക്കണം, ആ സിനിമ വർക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ അതുണ്ടാവൂ. നേരെ മറിച്ചൊരു വിജയ് ചിത്രത്തിന് ആ സിനിമയുടെ കഥ എന്ത് തന്നെയായാലും ശരി, വിജയ് ഉണ്ടെങ്കിൽ ആ ചിത്രത്തിനൊരു മിനിമം ഗ്യാരണ്ടി എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് വിജയ് ഉണ്ടാക്കിയെടുക്കുന്ന ലെഗസിക്കും വിജയ് ഉണ്ടാക്കിയെടുക്കുന്ന എൻ്റർടൈൻമെൻറ്റ് ഫാക്ടേഴ്സും കൊണ്ട് ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നത് കൊണ്ടാണ്. ധനുഷിന് അങ്ങനെ ഒരു പൂർണ്ണമായൊരു എൻ്റർടൈനർ ഫിഗർ അല്ല ഉള്ളത്. വിജയ്ക്ക് അങ്ങനെ ഒരു പക്ക എൻ്റർടൈനർ ഫിഗറാണ് ഉള്ളത്. വിജയ് ചിത്രങ്ങളിൽ ഭയങ്കരമായ പൊളിറ്റിക്സ് ഉണ്ടാകുമെന്നും വിജയ് ചിത്രങ്ങളിൽ ഭയങ്കരമായ ലോജിക് ഉണ്ടാകുമെന്നും വിജയ് ആരാധകർ പോലും കൂട്ടാക്കുന്നില്ല. അവർക്ക് 2.5 മണിക്കൂർ സെലിബ്രേഷൻ മതി, അതുണ്ടെങ്കിൽ അവർ ഓക്കെയാണ്. അതാണ് മാസ് പുള്ള്. ധനുഷിന് അങ്ങനെ അല്ല. ധനുഷ് ഇസ് ആൻ ഓർഡിനറി ആക്ടർ. ഒരു പക്ഷേ ഒരു സ്റ്റാർ മെറ്റീരിയൽ ആണെന്ന് വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ ആ സ്റ്റാറിന് ഒരു മോശം പടത്തിന് ഓഡിയൻസിലേക്ക് പുള്ള് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഇല്ല. അത് നമ്മൾ ഇപ്പോൾ അടുത്തിറങ്ങിയ സിനിമകളൊക്കെ തന്നെ കാണാം. ഫോർ എക്സാമ്പിൾ രായൻ തിയേറ്ററിൽ ഓടിയ സിനിമയാണ്, പക്ഷേ ഇഡ്ഡലിക്കടയിൽ പരാജയപ്പെട്ട സിനിമയാണ്. അത് അദ്ദേഹത്തിൻ്റെ തന്നെ ഡയറക്ടോറിയലാണ്. ധനുഷിനെ ഡയറക്റ്റ് ചെയ്ത മാത്യു തോമസിനെയൊക്കെ വെച്ച് ചെയ്തൊരു സിനിമയുണ്ട്, അത് പരാജയപ്പെട്ടു പോയി. നിലവക്ക് എം.എൽ.എ. നെടികോപം, ആ പടം പരാജയപ്പെട്ടു പോയി. അത് കഴിഞ്ഞിട്ടാണ് ധനുഷിൻ്റെ കരസ്വാമി വരുന്നത്. കരസ്വാമിയും പരാജയത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ ധനുഷിൻ്റെ ഒരു സ്ട്രോങ് ലൈനപ്പ് ഉണ്ട് വരാൻ പോകുന്ന സിനിമകൾ. പക്ഷേ ആ ലൈനപ്പൊക്കെ പൊളിറ്റിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം. ധനുഷ് ഇപ്പോഴും പൊളിറ്റിക്കൽ എൻട്രി നടത്തുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ധനുഷിൻ്റെ ചില വാക്കുകളാണ് അവിടെ പ്രശ്നം. തഞ്ചാവൂരിൽ വെച്ചിട്ട് വിജയ് നടത്തിയ ഒരു സമ്മേളനമുണ്ട്. ആ സമ്മേളനത്തിൽ വിജയ് പറഞ്ഞ ഒരു വാചകമുണ്ട്: ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴേക്കും ദയവേദ എൻ്റെ പുറകെ വരരുതേ, എന്നെ ചേസ് ചെയ്യരുതേ, നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ നോക്കണം. അതായത് കരൂർ ദുരന്തം കഴിഞ്ഞിട്ട് നടക്കുന്ന സമയം കേട്ടോ, നിങ്ങളുടെ ആരോഗ്യമൊക്കെ നിങ്ങൾ നോക്കണം എന്ന് പറയുന്നത് ധനുഷ് ഇവിടെ ഒന്ന് പറയുന്നത്. ഞാൻ പോകുമ്പോൾ ദയവേദ എൻ്റെ വണ്ടിയുടെ പുറകെ വരരുത്, എന്നെ ഓവർടേക്ക് ചെയ്യരുത്. അതായത് എവിടെ നിന്നോ കേട്ടിട്ട് പഠിച്ചിട്ട് അത് വർക്കായത് വന്ന് ധനുഷ് ഇവിടെ പറയുന്ന പോലെ ഉണ്ട്. ഇത് ആദ്യമായിട്ടല്ല. ധനുഷ് ഓഡിയോ ലോഞ്ചുകളിൽ രജനീകാന്തിൻ്റെ മാനറിസംസ് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ തന്നെ മുന്നേ ഉണ്ടായിരുന്ന എന്നുള്ള രീതിയിൽ ആംഗിളായിരിക്കാം. പക്ഷെ എന്നാൽ പോലും ആളുകൾക്ക് ഇംപ്രസീവ് ആവുന്ന, സ്ട്രൈക്കിംഗ് ആവുന്ന കാര്യങ്ങൾ, ലെറ്റ് ഇറ്റ് ബി ബോഡി ലാംഗ്വേജ്, ലെറ്റ് ഇറ്റ് ബി ഡയലോഗ്സ്, ഇതെല്ലാം ധനുഷ് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് നമ്മൾ കാണാറുണ്ട്.
അത് ആദ്യം സിനിമാ മേഖലയിൽ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ആംഗിളിലേക്ക് കൂടെ ധനുഷ് അത് കൊണ്ടുവരുന്നത് ധനുഷിനെ കീനായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ആംഗിൾ കൂടെ ധനുഷ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ധനുഷ് ഒരു പൊളിറ്റിക്കൽ എൻട്രിയിലേക്ക് കൊണ്ടുവരുന്നുണ്ടെന്നുള്ള ചോദ്യം കൂടി വരുന്നത്. ഇപ്പോൾ നാഷണൽ അവാർഡ്സിൽ റായന് കിട്ടിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ധനുഷ് പറയുന്നുണ്ട്. അതായത് അതിനെതിരെ പലരും പറയുന്നുണ്ട് ആ സമയത്ത് വേറെയും സിനിമകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. പക്ഷേ ധനുഷ് അത് ന്യായീകരിക്കുന്നുണ്ട്. ധനുഷിൻ്റെ സിനിമയാണ്, ധനുഷിന് കിട്ടിയ അവാർഡാണ്, ലെറ്റ് ഇറ്റ് ബി. അദ്ദേഹത്തിന് അത് സ്വീകരിക്കാനുള്ള എല്ലാ അവകാശങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ആ ഒരു പുള്ള് കൊണ്ടുവരാനുണ്ടല്ലോ, അത് കൊണ്ടെത്തിക്കാൻ ധനുഷിന് കഴിയുന്നുണ്ട് എന്ന് വേണം തന്നെ പറയാൻ. സോ അതുകൊണ്ടാണ് ഈ ചർച്ചകൾ. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ധനുഷ് കൂടുതലായിട്ട് പൊളിറ്റിക്സിലേക്ക് ഫോക്കസ് ചെയ്താലും അതിൽ അത്ഭുതപ്പെടരുത്. കാരണം വിജയെപ്പോലൊരു വ്യക്തി അവിടെ ഉണ്ടാക്കിയെടുക്കുന്ന ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അത് പലർക്കും ഒരു വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. മനസ്സിലായില്ലേ? അതായത് MGRലൂടെ അവസാനിക്കുന്നില്ല, സ്റ്റാർഡം ഇപ്പോഴും ഉണ്ട്, അതിലൂടെ നമുക്കും മുതലമച്ചർ ആകാം എന്നുള്ളത് നൽകുന്നൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, ആ പ്രതീക്ഷയിൽ നിൽക്കുകയാണ് ധനുഷ് ഉൾപ്പെടെയുള്ള ആളുകൾ. സോ ധനുഷ് സ്റ്റെപ്പിംഗ് ഇൻ ടു പോളിറ്റിക്സ് എന്ന് പറയുന്നത് നമുക്ക് വെറുതെ കാണാൻ പറ്റത്തില്ല. അതിനകത്ത് എന്തോ ഒരു പോയിന്റ് ഉണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.